മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവല്ലം കുമരിച്ചന്ത പാലം വരുന്നത് കാരണത്താലും തിരുവല്ലം പണി നടക്കുന്ന കാരണത്താൽ ബുദ്ധിമുട്ടിയിരുന്ന ഈ പ്രദേശത്ത് പുത്തമ്പള്ളി വാർഡ്, മാണിക്യവിളാകം, അതോടൊപ്പം തന്നെ ഭീമാപ്പള്ളി, തിരുവല്ലം, മൂന്നാറ്റുമുക്ക്, ഇടയാർ ഇവിടെയൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസമായി ജനങ്ങൾ ഒരല്പം വഴിയൊരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ അഥവാ ഹൈവേ അതോറിറ്റിയും ഒരു വഴിയൊരുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. മൂന്നാറ്റുമുക്കെന്നും അതോടൊപ്പം തന്നെ ഇടയാറിൽ നിന്നും വരുന്നവർക്കും ഇതുവഴിയായിരുന്നു സാധാരണ നമുക്ക് തിരുവല്ലത്തേക്ക് പോകാനുള്ള ഏക വഴി. എന്നാൽ അതും ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാർവതി പുത്തനാറ് വഴി ബോട്ട് സർവീസ് ആരംഭിക്കുകയും ഇരുഭാഗത്തുമുള്ള വീടുകളെ ഒഴിപ്പിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇടയാറിൽ നിന്നും തിരുവല്ലത്തേക്ക് പോകാനുള്ള ഈ ഒരു വഴി അടച്ചത്. ഇത് കാരണത്താൽ ഒരു ബൈക്കിന് പോലും അല്ലെങ്കിൽ നടന്ന് കാൽനടയായി പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഇരുചക്ര വാഹനങ്ങൾക്കും നടന്നു പോകാനുള്ള ആളുകൾക്കും സൗകര്യമൊരുക്കിക്കൊണ്ട് വഴി തുറന്നത്. അത് തൽക്കാലം ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതുവഴി അപകടം നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപാട് പേർ ഇവിടെ വീഴുക വരെ ഉണ്ടായിട്ടുണ്ട്. കുറേ കാലം കൊണ്ട് നമ്മൾ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. അതനുസരിച്ച് ഇവിടെ വന്നു ഒരു മുന്നറിയിപ്പും കൂടാതെ ഇവിടെ അടച്ചിട്ടിരിക്കുന്നു. കല്ലുകളെല്ലാം തോണ്ടി വാരി മാറ്റി ഇട്ടിരിക്കുന്നു. ഇതാണ് തിരുവല്ലം പാലം. ഇതുവഴിയാണ് ഇടയാറിലേക്ക്, പൂന്തറയിലേക്ക്, മൂന്നാറ്റുമുക്കിലേക്ക് ആളുകൾ പോകുന്നത്. അവർ ആശ്രയിക്കുന്ന ഏക വഴിയാണ് ഈ പാലത്തിന് അടിയിലുള്ള ഈ ഭാഗം. ഇത് കല്ലുകളും മണ്ണുകളും അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളും കൊണ്ട് തന്നെ പൂർണ്ണമായും അടച്ച അവസ്ഥയായിരുന്നു. അന്ന് മഴയത്ത് രാവിലെ ജോലിക്ക് പോയവർ തിരിച്ച് ഇതുവഴിയാണ് കടന്നു വന്നത്. ആ സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഇത് അടഞ്ഞതവർ കണ്ടത്. ഇതുവഴി കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം ഉണ്ടായത്. പല ആളുകളും ഇപ്പോഴും ഈ ഒരു വഴി തന്നെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് ഒരല്പം വഴി ബൈക്ക് യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്കും നടന്നു വരാൻ വേണ്ടി സൗകര്യമൊരുക്കിയിരിക്കുകയാണ്. രണ്ടാമത്തേതായി ഹൈവേ അതോറിറ്റി തന്നെ സൗകര്യമൊരുക്കിയിരിക്കുകയാണ്. അഥവാ കുമരചന്ത ഭാഗത്തു നിന്ന് കോവളത്തേക്ക് അല്ലെങ്കിൽ വിഴിഞ്ഞത്തേക്ക് പൂവാറിലേക്ക് പോകുന്ന ആളുകൾ 1 വേ തെറ്റിച്ച് 2 വേ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം കൂടുതൽ അപകടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പുതുക്കാടിന് സമീപത്തായി ഓട പൊളിക്കുകയും അവിടെ സ്ലാബിട്ട് റോഡ് വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഇനി കടന്നു പോകാൻ സാധിക്കും. ഈയൊരു അവസ്ഥ നേരത്തെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം പലപ്പോഴും മലയാള ജനതാ ന്യൂസ് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും മറ്റും അറിയിച്ചിരുന്നു. എന്നാൽ അതിനൊരു പരിഹാരം ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങും, അല്ലെങ്കിൽ ഇതുവഴി റോഡിലേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുതുക്കാട് കല്യാണ മണ്ഡപത്തിന് മുന്നിലെ തോട് അത് ഒരു 20 അടിയോളം പൊളിച്ചാണ് ഇപ്പോൾ റോഡിന് വീതി കൂട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് 1 വേ കയറി പോകുന്ന വാഹനങ്ങൾ പരസ്പരം ഇടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നാലും പാലത്തിൻ്റെ സമീപത്തിന് കടന്നു പോകുമ്പോൾ ഡിവൈഡർ ആവശ്യമാണ്. ഇല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഇവിടെ ഉണ്ടാകുക. എന്നാലും ഇത് നാളെ തന്നെ പ്രവർത്തനത്തിന് വേണ്ടി റോഡിന് സഞ്ചാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രയാസവും അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നത് പരുത്തിക്കുഴി ജംഗ്ഷനിലാണ്. പരുത്തിക്കുഴി മുട്ടത്തറ ഭാഗത്തു നിന്നും ഈഞ്ചക്കൽ നിന്നും അതോടൊപ്പം തന്നെ കല്ലാട്ടുമുക്കിൽ നിന്നും വന്ന് കയറുന്നത് പരുത്തിക്കുഴിയുടെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഒറ്റ ഡിവൈഡറാണ് വച്ചിട്ടുള്ളത്. എന്നാൽ പല ഭാഗങ്ങളിലൂടെയും പോകേണ്ടത് ചെറിയ സർവീസ് റോഡ് വഴിയാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളമാണ് ഇവിടെ കുരുക്ക് അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ സ്ലാബിൻ്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇവിടെ സഞ്ചാരയോഗ്യമാക്കിയാൽ അല്പം റഷ് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാണുന്ന ഇത്രയും ഭാഗം കൃത്യമായും അത് ടാറിട്ട് മൂടിയാൽ തീർച്ചയായും വലിയൊരു റഷ് ഒഴിവാക്കാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരവുമാണ് ഏറ്റവും കൂടുതൽ റഷ് ഇവിടെ അനുഭവപ്പെടുന്നത്. മേൽപ്പാല നിർമ്മാണവും ബന്ധപ്പെട്ട് ഈ ഒരു ഹൈവേ ഭാഗം അടച്ചിരിക്കുകയാണ്. ഇത് കാരണത്താലാണ് കല്ലാട്ടുമുക്കിൽ നിന്നും പരുത്തിക്കുഴിയിൽ നിന്നും മുട്ടത്തറയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കൂടുതൽ ഗതാഗത കുരുക്കിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഗതാഗത കുരുക്കും പ്രശ്നങ്ങളൊന്നും കാണാതെ തന്നെ ഹൈവേ അതോറിറ്റി മേൽപ്പാലത്തിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് ടണൽ രൂപത്തിലാണ് ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നത്. തൂണുകളിൽ പാലം വേണം എന്നുള്ള ആവശ്യം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ട് സമരസമിതി ബാനർ തൂക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് പണി ആരംഭിച്ചത്. എന്തായാലും ഉടനെ തന്നെ ഒരു സമരപരിപാടി ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം 50,000 ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് മേൽപ്പാലം അത് തൂണുകളിൽ വേണമെന്ന നിയമമിരിക്കെ ഇത് അശാസ്ത്രീയമായാണ് ഉണ്ടാക്കുന്നതെന്നാണ് സമരസമിതി നേതാക്കൾ മലയാള ജനതാ ന്യൂസിനോട് പറഞ്ഞത്. തുടർന്നുള്ള നടപടികൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ.
മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക.